നാണക്കേടാണല്ലോ. ഒരുപാട് ഉപദേശിച്ചു നോക്കി, എന്ത് ചെയ്തിട്ടും വഴിയില്ല. നാട്ടുകാരെ മുഴുവനും അറിയുകയാണ്. വല്ലാത്ത നാണക്കേടായി. അവസാനം ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നേതാക്കന്മാരെ മുഴുവനും യോഗം ചേർന്നു. ഒരു തീരുമാനത്തിലെത്തി. എങ്ങനെയെങ്കിലും മാഷിത്താനെ തിരിച്ചു കൊണ്ടുവരണം. അവസാനം എന്ത് ചെയ്തെന്നറിയുവോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. എന്നിട്ട് മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുവരികയാ. എന്നിട്ട് പറയുന്നു, മാഷിത്തോ, തിളയ്ക്കുന്ന എണ്ണ കണ്ടോ മാഷിത്തോ? പുതിയ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരുമോ? മാഷിത്ത റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല. വരൂല. ആ സമയത്ത് ശത്രുക്കള് പറയുന്നു, മാസിത്താ, ഇത് നിനക്കുള്ളതല്ല മാസിത്താ. എന്നിട്ട് മാസിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മൂത്ത മകളെ കയ്യിൽ പിടിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ ശത്രുക്കള് നിർത്തിയിട്ട് അവിടുന്ന് ചോദിച്ചു, മാസിത്താ, മടങ്ങി വരുമോ മാസിത്താ? മാഷിത്ത റളിയല്ലാഹു തആല അൻഹ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിൽക്കുന്ന തന്റെ പൊന്നുമോളോട് അവിടുന്ന് പറയുന്നു, മോളെ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം. അല്ലാഹുവേ, ശത്രുക്കള് മാഷിത്ത ബീവിയുടെ പൊന്നുമോള് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ തന്റെ പൊന്നുപോള് കരയുകയാ. മരണപ്രാളത്തിൽ കിടന്ന് വിളിക്കുകയാണ്. അവസാനം അതിനകത്ത് കിടന്ന് കരിഞ്ഞു തീരുമ്പോ ഈ എല്ലുകൾ വാരി വെളിയിലിടുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ പൊന്നുപോളെ കയ്യിൽ പിടിക്കുകയാ. അതിനെയും എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? മാഷിത്ത ബീവിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും അതിനകത്തിട്ട് കരിക്കുകയാ. എന്നിട്ട് പെങ്ങള് മൂന്നാമതായി മാഷിത്ത ബീവിയുടെ അടുക്കലേക്ക് പോവുകയാ. പ്രസവിച്ച് മാസങ്ങളായി പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ഉമ്മയുടെ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മാഷിത്ത ബീവി കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അവസാന ശത്രുക്കളെ തട്ടിപ്പറിക്കുകയാണ്. മാഷിത്ത ബീവിയുടെ പൊന്നുപോൽ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിന് ശത്രുക്കള് തട്ടിപ്പറിച്ച് എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാഷിത്താ, ഈ കുഞ്ഞിനെ കണ്ട് നീ കൊതി തീർന്നിട്ടില്ലല്ലോ, ഇതിനെയും കൊല്ലണോ മാഷിത്താ? മാഷിത്ത റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവേ, തന്റെ ചോരക്കുഞ്ഞാ. മാഷിത്ത ബീവിയുടെ കണ്ണ് നിറയുകയാണ്. തല താഴ്ത്തി വെക്കുകയാണ്. ശത്രുക്കളെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. മാഷിത്ത ബീവി തിരിച്ചു വരുമെന്നവരെ കരുതി. അല്ലാഹുവേ, ശത്രുവിന്റെ കയ്യിലെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിലിരിക്കുന്ന പാല് കുടിക്കുന്ന കുഞ്ഞു നോക്കുമ്പോ തന്റെ ഉമ്മ നിന്ന് കരയുന്നത് കാണുകയാണ്. ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, പാല് കുടിക്കുന്ന സമയത്ത് നാല് മക്കളെ സംസാരിച്ചിട്ടുള്ളൂ. അതിലൊരു പൊന്നുമോ മാഷിത്ത ബീവിയുടെ പൊന്നുപോരാ. ഉമ്മ കരയുന്നത് കണ്ടപ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു വിളിക്കുന്ന, ഉമ്മ കരയല്ലേ ഉമ്മ, തോറ്റു കൊടുക്കല്ലേ ഉമ്മ. അല്ലാഹുവേ, ചോരക്കുഞ്ഞുമ്മയോട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവേ, ഉമ്മ പറഞ്ഞുമ്മയോട് പറയുന്നു, കരയല്ലേ ഉമ്മ. ഈ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. 3000 കൊല്ലം കത്തിച്ച പടച്ചവന്റെ നരകമുണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ലല്ലോ, അത് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ. എന്റെ ഉമ്മ കരയല്ലേ, നമുക്ക് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ഉമ്മയോട് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനെയും അതിനകത്തിട്ട് കരിക്കുകയാണ്. 3 മക്കളും മരിച്ചു. മാഷിത്ത ബീവി
ബീവിയുടെ മുന്നിലേക്ക് ഫിർഔന് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, മാസിത, ഇനി എന്ത് ചെയ്താൽ നീ മടങ്ങി വരില്ലെന്ന് ഞങ്ങൾക്കുറപ്പാ മാസിത. അതുകൊണ്ട് മാസിത, നിന്നെ കൊല്ലാ പോവുകയാ. വല്ല ആഗ്രഹവുമുണ്ടോ? എനിക്കൊരുപാട് ഖിദ്മത്ത് ചെയ്തവളാണല്ലോ, ഒരു മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി മാസിത. അതുകൊണ്ട് വല്ല അഭിലാഷവുമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, മാസിത ബീവി ഫിർഔനോട് പറഞ്ഞു, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം എന്തെന്നറിയുവോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ ഈ കത്തിക്കരിഞ്ഞ 3 മക്കളുടെ ശരീരം എന്റെ കൂടെ വന്ന് കബറടക്കടേ. അവരെ ഞാൻ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, അവരെ കണ്ട് ഞാൻ കൊതി തീർന്നിട്ടില്ല. അവരെ എന്റെ കൂടെ ഒന്ന് കബറടക്കട്. എന്റെ പ്രിയമുള്ളവരെ, മാസിത ബീവിയെ കൊല്ലുകയാണ്. എന്നിട്ട് തന്റെ മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരം ഒരേ കബറിനകത്ത് കുടിച്ചിടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ ഉമ്മയുടെയും മക്കളുടെയും കബറാരബിയേ, ഖിയാമത്ത് നാൾ വരെ ഇതിനകത്ത് നിന്ന് സുഗന്ധമടിക്കും നബിയേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എങ്ങനെയാ പൊന്നുമോളെ നിനക്ക് ഈ സ്വർഗം കിട്ടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, നരകത്തിന്റെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടണോ. മഹാനായ സുഫിയാൻ സൗരി ഉണ്ടല്ലോ, ഇരുന്ന് കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് വീടുമ്പോ ഉടനെ കൈകൊണ്ട് പിടിക്കുകയാ. എന്നിട്ട് ശരീരം മുഴുവനും ഇങ്ങനെ തേക്കുകയാണ്. അനുചരന്മാര് ചോദിച്ചു, എന്തിനാണ് കണ്ണീര് കൊണ്ട് ശരീരത്തിൽ തുടയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുകയോ, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് ഓർത്തിട്ട് താഴെ വീണ കണ്ണീര് എവിടെയാണോ തൊടുന്നത് ആ സ്ഥലം നരകം തൊടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞ നിന്റെ ശരീരം നരകത്തിന് ഹറാമാണെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, നമ്മുടെ ഭാര്യ എപ്പോഴും പരാതിയാ. നമ്മുടെ ഭാര്യമാർക്ക് എപ്പോഴും പരാതി. എന്ത് ചോറ് വെച്ചാൽ അവൾക്ക് പരാതി. അള്ളാന്റെ റസൂല് പറയുന്നു, ഏതെങ്കിലും പെണ്ണ് ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത ഓരോ മണിക്കും ഒരു നന്മ, ഒരു പാപം പുറവും. 2, വിയർത്താലും പ്രതിഫലം, വിയർത്താ പ്രതിഫലം, പ്രസവിച്ച പ്രതിഫലം, പാല് കൊടുത്ത പ്രതിഫലം. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും പെണ്ണ് തന്റെ ഭർത്താവിന് വസ്ത്രം കഴുകി കൊടുത്താൽ കിട്ടുന്ന, അതല്ലേ എപ്പോഴും പരാതി, നിങ്ങളുടെ വിയർപ്പ് കഴിവാനാണ് എന്നെ ലക്ഷങ്ങൾ തന്ന് കെട്ടിക്കൊണ്ട് വന്നത് പറയൂലേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിമ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താൽ 100 പാവപ്പെട്ടവർക്ക് ഒരു നേരം ആഹാരം കൊടുത്ത പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത ഭർത്താവിന്റെ വസ്ത്രം കഴുകാന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രതിഫലം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല. വാഷിംഗ് മെഷീനകത്തിട്ട് കഴിയുന്ന പെണ്ണിന് ഈ പ്രതിഫലം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവക്കൊരു ജോലിയില്ല. വാരി ഇടുക, വെള്ളം ഒഴിക്കുക, വാരി ഇടുക, പൈപ്പ് തുറക്കുക, കുറച്ച് പൊടി ഇടുക, അത് അവക്ക് ജോലി. ഈ പ്രതിഫലം കിട്ടുന്നത് കല്ലിലിട്ട് കഴുകി കൊടുക്കുന്ന പെണ്ണിനാട്ട. അള്ളാന്റെ റസൂല് പറയുക, ഫാത്തിമ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം. നിങ്ങളുടെയൊക്കെ പെണ്ണും പിള്ളമാര് തലയിൽ എണ്ണ തേച്ച് തരുമോ? നിങ്ങളുടെ ഭാര്യമാര് തലയിൽ എണ്ണ തേച്ച് തരുമോ? കല്യാണം കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. നിക്കാഹ് കഴിച്ചിട്ടുള്ളവര് അതിനെന്താ പേടിയാ? നിങ്ങളുടെയൊക്കെ ഭാര്യമാര് തലയിൽ എണ്ണ തേച്ച് തരുമോ? വല്ലാത്ത തേപ്പാ ഇല്ലേ സാർ? കല്യാണം കഴിഞ്ഞ് 2 മാസം തേപ്പായിരുന്നു, ഇപ്പൊ ചവിട്ട. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്താൽ അവക്ക് ഹൗലുൽ കൗസറിലെ വെള്ളം കിട്ടുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മീശ വെട്ടി കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം അറിയും. എന്താ ചിരിക്കണേ? ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മീശ വെട്ടി കൊടുത്താൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ, ഇവിടെ അങ്ങനെ ഒന്നും കാണൂല അല്ലേ? ഇതാ തീവേ, ഞങ്ങളുടെ നാട്ടിലേക്കാണ്, ഈരാറ്റോട്ടിലേക്കാണ്.
നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ദിവസം പ്രായമുള്ള ഉമ്മാമാരൊക്കെ ഉപ്പാപ്പന്മാരുടെ മീശ വെട്ടി കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ചെറുപ്പത്തൊക്കെ. ഇപ്പം അങ്ങനെ ഉണ്ടോ? കൊണ്ടുപോയി കൊടുക്കണം ചങ്ങാതി പെണ്ണുപിള്ളയുടെ കയ്യിൽ. ഇനിയിപ്പം നിന്റെ മീശ വെട്ടി അതിനകത്ത് കുത്തപ്പിനാറ് പണിതാലും നിനക്കുഴപ്പമൊന്നുമില്ല, ഇനി പെണ്ണൊന്നും കെട്ടാൻ പോകുന്നില്ലല്ലോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുത്ത അവളുടെ മരണവേദന കുറച്ചു കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രാത്രി ഭർത്താവ് കിടക്കാൻ വരുമ്പോ ഒരു വിരിപ്പ് കൊടുത്താലേ, തന്റെ ഭർത്താവ് രാത്രി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വീട്ടിൽ കയറി വരുമ്പോ കിടക്കാൻ നേരത്ത് ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്ത ഒരു മലക്ക് സുബഹി വരെ ഇവക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പ്രതിഫലം അവരെന്ത് ചെയ്താലും പ്രതിഫലം, ചോറ് വെച്ചാലും പ്രതിഫലം, പ്രസവിച്ചാലും പ്രതിഫലം, വിയർത്താലും പ്രതിഫലം, എണ്ണ തേച്ചാലും, തുണി കഴുകിയാലും, വിരിപ്പ് വിരിച്ചാലും, മീശ വെട്ടിയാലും, എന്ത് ചെയ്താലും പ്രതിഫലം. അവരുടെ കാൽ ചുവട്ടില്ല സ്വർഗവും കിടക്കണില്ല. നമ്മൾ പാവങ്ങളൊന്നുമില്ല അല്ലേ? അവരുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം വരെ കിടക്കുന്നത്, നമുക്കൊന്നുമില്ല. എങ്കിൽ പേടിക്കണ്ട. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ സഹോദരിമാരൊക്കെ ഈ അർശിന്റെ മുകളിലാ ചെന്നിട്ട് പറയും, ഭർത്താവെ കേട്ടില്ലേ, ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ? എങ്കിൽ ഒരു സത്യം പറയാം, നന്ദിയില്ലാത്തൊരു വർഗം ഉണ്ടോയെന്ന് വെച്ചാൽ അത് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. നന്ദിയില്ലാത്തൊരു വർഗം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും കുറ്റപ്പെടുത്തൂല, പെണ്ണുങ്ങളെ ഉള്ളൂ. ഒരു ഉദാഹരണം പറയാം. വിവാഹം കഴിഞ്ഞു 10 കൊല്ലമായി, രണ്ടുപേരും തമ്മിൽ അടിയില്ല, ബഹളമില്ല, വഴക്കമില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം? നാട്ടുകാർ പറയും ഇങ്ങനെ ആവണം ഭാര്യയും ഭർത്താവ്, അത്രയ്ക്കും ബന്ധമാണ്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ പെണ്ണ് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നാളെ ഒരു 5 മണിയാകുമ്പോൾ നിങ്ങൾ വരണം, എനിക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോകണം, എൻ്റെ കൂടെ പുറപ്പ് ആദ്യമായിട്ട് ഗൾഫിൽ പോകാം, ഒന്ന് യാത്രയാക്കാൻ. ഭർത്താവ് പറഞ്ഞു ഞാൻ വരാം, ഇൻഷാ അല്ലാഹ് വരാം. ഏറ്റുപോയി. പിറ്റേ ദിവസം 5 മണിയായപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് ഈ മനുഷ്യന് വരാൻ കഴിഞ്ഞില്ല. അന്ന് വന്നപ്പോൾ 9 മണിയായി. പടച്ചവനെ വീട്ടിൽ വരുമ്പോൾ വീടിൻ്റെ മുന്നിൽ നിറഞ്ഞു തുള്ളിയിട്ട് നിപ്പോണ്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കാവോള്. നമ്മൾ വീട്ടിൽ കയറി വന്നു, അപ്പോഴും വാതിലൊക്കെ പിടിച്ച് അടച്ച് ഭയങ്കര ബഹളം. അപ്പൊ ആ ബെഡ്റൂമിനകത്ത് പോയി തലകുനിച്ചിരിക്കുക. അപ്പൊ ഈ മനുഷ്യൻ അടുത്ത് ചെന്നിട്ട്, എൻ്റെ പൊന്നാര ആയിഷ, വരാൻ പറ്റാത്തതിന്റെ കാരണം പറയാൻ പോയതാ. എൻ്റെ പൊന്നാര ആയിഷ എന്ന് വിളിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഭാര്യ പറയണ ഒരു വാക്കുണ്ട്, അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഭാര്യമാര് പറയണ ഒരു വാക്കാ, സ്വന്തം ചിന്തിക്കണം, ഭാര്യ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഉടനെ പറയും, നന്ദിയില്ലാത്തൊരു വാക്ക് പറയും, അല്ലെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? 10 കൊല്ലം ചെയ്തത് മുഴുവനും അവളങ്ങ് മറക്കും. 10 കൊല്ലം ചെയ്തു കൊടുത്തത് മുഴുവനും മറന്നിട്ട് ഇങ്ങനൊരു വാക്ക് പറയും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞ സമയം മുതൽ അത് പറഞ്ഞ സമയം വരെ അവളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യവും പൊളിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.